നിന്റെ ഈ ചോദ്യത്തിന്റെ ഉത്തരവൊക്കെ സാവധാനം നീ അറിയും. ഇപ്പൊ ഒരു കാര്യം മാത്രം നീ അറിഞ്ഞാ മതി. കോടതിയിൽ അവന്തിക്ക് അനുകൂലമായി സാക്ഷി പറയാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയി കോടതി ചെന്ന് സാക്ഷി പറയാന്ന് നീ വിചാരിക്കുകയും വേണ്ട. നിന്റെ സ്വാതന്ത്ര്യം ബാക്കിയുള്ളവരുടെ സമാധാനം കെടുത്തുന്നത് നല്ലതല്ല. ശിശിരേച്ചി എന്തോ മനസ്സിൽ തെറ്റിദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുവോ? കുറച്ചു ദിവസമായിട്ട് ഞാൻ നല്ലതുപോലെ ധരിച്ചു വെച്ചിട്ടുണ്ട്. എന്റെ കണ്ണും കാതും തുറന്നു തന്നെ ഇരിക്കുന്നത്. മനസ്സിലായില്ല. അതൊക്കെ ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാം. ആദ്യം നീ എവിടെ പോയതാന്ന് പറ. എനിക്ക് സൗകര്യമില്ലെങ്കിലോ? ഞാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ ചേച്ചിയോട് പറയണമെന്ന് നിയമം വല്ലതും ഉണ്ടോ? ഈ വീട്ടിലെ നിയമങ്ങൾക്കനുസരിച്ച് ഇവിടെ ജീവിക്കണമെങ്കിൽ നീ ഇത് പറഞ്ഞേ പറ്റൂ. ശിശിരേ, നീ എന്തിനാ സമൃദ്ധിയോട് വഴക്കിടുന്നത്? ഞാൻ ആരോടും വഴക്കൊന്നും ഇട്ടില്ല. ഈ വീട്ടിൽ നിന്ന് ആരോടും പറയാതെ ഇവൾ എവിടേക്കാ പോയിട്ട് വന്നതെന്ന് നമുക്കറിയണ്ടേ? അതോ ഇവളെ തോന്നിയ വഴിക്കങ്ങ് അഴിച്ചു വിട്ടേക്കുവാണോ? നിർത്തടി. ഇനി സമൃദ്ധമോളോട് അനാവശ്യമായ ഒരു വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ, അവളോട് കാര്യങ്ങൾ ചോദിക്കാൻ അവൾക്ക് ഭർത്താവുണ്ട്. ഇല്ലെങ്കിൽ അമ്മയായ ഞാനുണ്ട്. അത് കഴിഞ്ഞു മതി നിന്റെ വിളയാട്ടം. മനസ്സിലായോ? അമ്മ, എന്റെ കൂടെ പഠിച്ചൊരു ഫ്രണ്ട് UK വന്നിരുന്നു. നാളെ അവള് തിരിച്ചു പോവാ. ഞാൻ അവളെ ഒന്ന് കാണാൻ പോയതാ. അതൊന്ന് പറഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ വിഷമിക്കില്ലായിരുന്നല്ലോ. സാരമില്ല, മോള് പോയി കുളിച്ചിട്ട് വാ. അമ്മ ഭക്ഷണം എടുത്ത് വെക്കാം. അതെ, അമ്മയെ ഇവളെ ഇങ്ങനെ വഷളാക്കുന്നത്. ഇവളീ പറഞ്ഞ കഥയൊക്കെ അമ്മ വിശ്വസിച്ചോ? കൂട്ടുകാരെ കാണാൻ പോയതാണത്രേ. നീ എത്ര ഒളിപ്പിച്ചു വെക്കാൻ നോക്കിയാലും ഈ കള്ളത്തരം ഞാൻ പൊളിക്കും. ഇവൾ എന്ത് കള്ളത്തരം കാണിച്ചു എന്ന് നീ പറയുന്നേ? ഇവളെ UK നിന്ന് വന്ന കൂട്ടുകാരെ കാണാൻ പോയതൊന്നും അല്ല. ഇവള് രാജീവേട്ടനെ കാണാൻ പോയതാ. ഈശ്വര, ഇവരിതെങ്ങനെ മനസ്സിലാക്കി? നീ വെറുതെ അനാവശ്യം പറയരുത് ശിശിരേ. അനാവശ്യമൊന്നുമല്ല. രാജീവേട്ടനെ ഇവളും കൂടി രഹസ്യം പറയുന്നതും ഒരുമിച്ച് പുറത്തു പോകാൻ തീരുമാനിക്കുന്നതും എല്ലാം ഞാൻ കണ്ടതാ. ശിശിരേ, അമ്മ എന്നെ തടയാൻ നോക്കണ്ട. ഇവൾ എന്തു പറഞ്ഞാലും അമ്മ വിശ്വസിക്കും. പക്ഷേ ഞാൻ വിശ്വസിക്കില്ല. ഇവള് രാവിലെ ആരോടും പറയാതെ ഇവിടുന്ന് ഇറങ്ങിപ്പോയി. ഒരു മിനിറ്റ് പോലും കഴിയുന്നതിന് മുൻപേ രാജീവേട്ടനും പിന്നാലെ പോയി. ഞാൻ സ്റ്റേഷനിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോ ഇന്ന് രാജീവേട്ടൻ ലീവാണെന്ന്. ദേ, ഫോണും സ്വിച്ച് ഓഫ് ആ. ഇവളും രാജീവേട്ടനും കൂടി ഒളിച്ചോടാൻ പ്ലാൻ ചെയ്യുകയാണെന്ന് കഴിഞ്ഞ ദിവസം രാജീവേട്ടൻ എന്നോട് പറഞ്ഞതാ. നിലയും വിലയും മറന്ന് എന്റെ ഭർത്താവിന്റെ പിന്നാലെ നടക്കാൻ നിനക്ക് നാണമില്ലേടി? മര്യാദയോട് പറയുന്നോടി. നിന്റെ ഒരു സംശയരോഗം. ആരെക്കുറിച്ച് നീ പറയുന്നെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? സ്വന്തം സഹോദരനെ പോലെയാ ഇവള് രാജീവിനെ കാണുന്നത്. തിരിച്ച് രാജീവും അങ്ങനെ തന്നെയാ. 10 കൊല്ലമായി ഞാൻ ഇവളെ കാണാൻ തുടങ്ങിയിട്ട്. നിന്നെ പെറ്റത് ഞാനാണെങ്കിലും എനിക്ക് നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ സമൃദ്ധയെ എനിക്ക് പൂർണ്ണ വിശ്വാസ. ഇനി ഒരു അക്ഷരം ഇവളെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ നാക്ക് ഞാൻ പിഴുതെടുക്കും. കേറി പോടി അകത്ത്. ഇല്ലെങ്കിൽ നീ ഇനി എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. പോകാനല്ലേ പറഞ്ഞത്? മോള് ക്ഷമിക്കേ. അവൾക്ക് സംശയരോഗം മൂത്തിരിക്കുക. അമ്മ, ഞാൻ മോൾ ഇനി ഒന്നും പറയണ്ട. മോള് പറഞ്ഞതൊക്കെ അമ്മയ്ക്ക് വിശ്വാസ. അവൾക്കല്ലെങ്കിലും ഇത്തിരി സംശയരോഗം കൂടുതലാ. മോള് പോയി കുളിച്ച് റെഡിയായി വാ. അമ്മ ചോറെടുത്ത് വെക്കാം. ഈശ്വര, തൽക്കാലം രക്ഷപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ സംസാരിക്കുന്നതും പോകുന്നതും എല്ലാം ശിശിരേച്ചി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നോ? ഇനി ചേച്ചി സൂക്ഷിക്കണമല്ലോ. ഇനി രാജീവ് വരുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതിയായിരുന്നു.
ഏയ്! എന്നെ അഴിച്ചുവിടാ! എന്നെ അഴിച്ചുവിടാൻ! എന്നെ അഴിച്ചുവിട്! എന്നെ വിട്ടില്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ കൊല്ലും. എനിക്കെന്തെങ്കിലും സംഭവിച്ചാലേ നിന്റെ ഒക്കെ അവസാനം. അഴിച്ചുവിടണ എന്നെ. തനിക്കിനി മതിയായില്ലേ? എന്ത് കാര്യത്തിനാ താൻ എന്നെ? പോലീസല്ലേ സന്ദീപേ, എന്തെങ്കിലും ആവശ്യമില്ലാതെ നിന്നെ ആരെങ്കിലും കസ്റ്റഡിയിൽ എടുക്കൂ? ഓഹോ, അപ്പൊ സാറെന്നെ അറസ്റ്റ് ചെയ്താണോ? അങ്ങനെയെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്കല്ലേ കൊണ്ടുപോട്ടെ? പോലീസിന്റെ കസ്റ്റഡിയിൽ ഇങ്ങനെ പല സ്ഥലങ്ങളും ഉണ്ട്. സാധാരണ പ്രതികളെ ചോദ്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ചെറിയ ഇൻട്രോഗേഷൻ മുറികളും, തീവ്രവാദികളെയും രാജ്യദ്രോഹികളെ ചോദ്യം ചെയ്യാനും പീഡിപ്പിക്കാനും ഉപയോഗിക്കുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ വരെ. പിന്നെ തന്റെ കാര്യം കോടതിയിൽ ഹാജരാക്കണമെങ്കിൽ മാത്രം സ്റ്റേഷനിൽ കൊണ്ടുപോയാ പോരെ? എന്താണോ തന്റെ ഉദ്ദേശം? എന്നെ രഹസ്യ ക്യാമ്പിലിട്ട് പീഡിപ്പിച്ച് കൊല്ലാന്നാണോ? അങ്ങനെയൊന്നുമല്ല. ഇത് വെറും ഒരു മുൻകരുതലാണ്. നാളെയല്ലേ നീ കോടതി പോയി സ്വന്തം കുടുംബത്തിനെതിരെ സാക്ഷി പറയുന്ന ദിവസം? അവന്തിക്ക് വേണ്ടി സ്വന്തം കുടുംബത്തിനെ ഒറ്റിക്കൊടുക്കുമെന്ന് നീ പറഞ്ഞ ദിവസം. ഓഹോ, അപ്പോ അതാണ് സാറിന്റെ ഉദ്ദേശം അല്ലേ? ആർക്ക് വേണ്ടിയാണോ താൻ ഈ പണിയൊക്കെ ചെയ്തേ? എന്റെ ചേട്ടന് വേണ്ടിയാണോ? അയാൾ തനിക്ക് എത്ര പണം തന്നു? പണ്ടായിരുന്നെങ്കിലേ ഞാൻ പണം വാങ്ങിച്ചേനെ. പക്ഷേ ഇത് പണത്തിന് വേണ്ടിയല്ല, സച്ചി പറഞ്ഞിട്ടും അല്ല. അയാൾ ഇത് അറിഞ്ഞിട്ട് പോലുമില്ല. ഇതെന്റെ മനസാക്ഷിയോട് നീതി കാണിക്കാൻ വേണ്ടി 100% ഫ്രീ സർവീസ്. എന്റെ അവന്തി കേട്ടത്തെ സാറിന് അറിയാലോ. ഓ ദേ, എന്നെ ഇവിടെ പൂട്ടിട്ടിരിക്കുന്ന കാര്യം അവർ അറിഞ്ഞാലുണ്ടല്ലോ. അവർക്കെന്നല്ല, നീ എന്റെ കസ്റ്റഡിയിലുള്ള കാര്യം ഒരു പൂച്ചക്കുഞ്ഞിന് പോലും അറിയില്ല. എന്നെ കെട്ടിട്ടതുകൊണ്ട് തനിക്ക് എന്താണ് ഗുണം? നിന്റെ ഈ ചോദ്യത്തിന്റെ ഉത്തരവൊക്കെ സാവധാനം നീ അറിയും. ഇപ്പൊ ഒരു കാര്യം മാത്രം നീ അറിഞ്ഞാ മതി. കോടതിയിൽ അവന്തിക്ക് അനുകൂലമായി സാക്ഷി പറയാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയി കോടതി ചെന്ന് സാക്ഷി പറയാന്ന് നീ വിചാരിക്കുകയും വേണ്ട. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ തീർക്കും നിന്നെ ഞാൻ. രാജ്യദ്രോഹ കേസിൽ കസ്റ്റഡിയിലെടുത്ത പ്രതി പോലീസ് കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോവാൻ ശ്രമിച്ചപ്പോൾ വെടിയേറ്റ് മരിച്ചു. പത്രത്തിലും ചാനലിലും ഒക്കെ വാർത്ത കൊടുക്കുകയും ചെയ്യും.